ആട്ട കൊണ്ട് നല്ല സൂപ്പറായ വെള്ളയപ്പമാണ് ഇന്ന് ചെയ്യാൻ പോണത് കേട്ടോ. ഒരു വലിയ ടീസ്പൂൺ നിറച്ച് ചോറ് എടുത്തിട്ടുണ്ട്, പിന്നെ പാല്, പിന്നെ വേണ്ടത് റവ, പിന്നെ കുഞ്ഞ് സ്പൂണ് പഞ്ചസാര, പിന്നെ കുറച്ച് ഈസ്റ്റ്. ഇതൊക്കെ കൂടി നന്നായി ജാറിലിട്ട് നന്നായി നൈസായിട്ട് അരച്ചെടുക്കണം കേട്ടോ. കട്ടയൊന്നും ഉണ്ടാവാൻ പാടില്ല. നന്നായി അരച്ചെടുക്കാം. അതൊരു ബൗളിലോട്ട് മാറ്റുന്നുണ്ട്. പിന്നെ വേണ്ടത് ആട്ടപ്പൊടിയാണ്. ഒരു ഗ്ലാസ് ആട്ടപ്പൊടി എടുത്തിട്ടുണ്ട്, അതും ഇതിലോട്ട് ഇടാം. ഉപ്പും കൂട്ടി മിക്സാക്കി വെള്ളമൊഴിച്ച് മിക്സാക്കാം. ഞാൻ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ചിറ്റിച്ച് ഇതിലൊഴിക്കുന്നുണ്ട് കേട്ടോ. എല്ലാതും കൂടി മിക്സാക്കി മെല്ലെ മെല്ലെ മിക്സാക്കണം. ലംസ് ഒന്നും പാടില്ല കേട്ടോ. കട്ട പിടിക്കാതെ വേണം. കട്ട പിടിച്ചാൽ ശരിയാവില്ല. നന്നായിട്ട് മിക്സാക്കി എടുക്കാം. ഈ കൺസിസ്റ്റൻസിയിലാവണ വരെ വെള്ളമൊഴിച്ച് മിക്സാക്കണം കേട്ടോ. അധികം വെള്ളമാവാനും പാടില്ല. ഇനി നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. 1 മണിക്കൂർ റെസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് അപ്പച്ചട്ടിയിൽ ഓരോ വലിയ കരണ്ടി മാവ് ഒഴിച്ച് ചിറ്റിച്ച് സാധാരണ ഉണ്ടാക്കണ പോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. നമ്മുടെ സൂപ്പർ അപ്പം റെഡി. കണ്ടില്ലേ, നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് ചെറിയ കുട്ടികൾക്കാവട്ടെ വലിയവർക്കാവട്ടെ ആർക്കായാലും നല്ല ഇഷ്ടമാവും. അത്ര നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ കഴിക്കുന്നതിൻ്റെ 1 മണിക്കൂർ മുന്നേ ഉണ്ടാക്കി വെച്ചാൽ മതി. നമ്മൾ അരി കുതിർത്തി അരയ്ക്കണ്ട, നാളികേരം ഇട്ട് അരയ്ക്കണ്ട, 8 മണിക്കൂർ വെയിറ്റ് ചെയ്യണ്ട, ഒന്നും വേണ്ട. നമുക്ക് ഈസി ആയിട്ട് ഇതേപോലത്തെ അപ്പം സൂപ്പറായിട്ട് ഉണ്ടാക്കിയെടുക്കാം. കണ്ടില്ലേ, നല്ല അപ്പമാണ് കേട്ടോ. നല്ല ടേസ്റ്റിയുള്ള അപ്പമാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അധികം സമയം വേണ്ട. 1 മണിക്കൂർ കൊണ്ട് തന്നെ നമുക്ക് ഇത് റെഡിയാക്കി സൂപ്പറാക്കി ഉണ്ടാക്കിയെടുക്കാം. പിന്നെ ഞാനിവിടെ അറിയാലോ 1 കപ്പാണ് ആട്ട എടുത്തിരിക്കുന്നത്. അതിന് എനിക്ക് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് 6 അപ്പാണ് ടോട്ടലി കിട്ടിയിട്ടുള്ളത് കേട്ടോ. സൂപ്പർ അപ്പാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. ഫ്രണ്ട്സ് ഒന്ന് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്.